ഇനി ആദ്യം തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്ന മമ്മൂക്ക സിനിമയാണല്ലോ ബസൂക്ക. ചിത്രത്തിൻ്റെ ആദ്യ ഷൂട്ടിംഗ് എല്ലാം ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. പല ഷെഡ്യൂളുകളിലായിട്ട് പല സമയത്താണ് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. ഇനിയും ചിത്രത്തിന് 3 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രം ബാക്കി നിൽക്കുന്നു. പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിൻ്റെ ടീസർ പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ്. ഓഗസ്റ്റ് 13-നും ഓഗസ്റ്റ് 20-ന്റെയും ഇടയിൽ ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. 1.5 മിനിറ്റോളം ദൈർഘ്യമാണ് ടീസറിന് ഉണ്ടാവുക എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ചിത്രം ഒക്ടോബർ മാസത്തിൽ തിയേറ്ററിൽ എത്താനാണ് സാധ്യത. GCCയിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും അതോടൊപ്പം തന്നെ കേരളത്തിൽ വേഫെറർ ഫിലിംസും ചിത്രം വിതരണത്തിനെത്തിക്കും. ബസൂക്ക എന്ന രസകരമായ പേര് കൊണ്ടും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ടും നല്ല രീതിയിൽ ഹൈപ്പ് കയറിയ ചിത്രത്തിന് ഇപ്പോൾ ഹൈപ്പ് കുറഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രൊമോഷൻ കണ്ടന്റുകൾ പുറത്തുവിട്ട് ചിത്രത്തിന്റെ ഹൈപ്പ് ലൈവായി നിർത്താൻ തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നും ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. 73-ാമത്തെ വയസ്സിലും മമ്മൂക്കയുടെ ഫൈറ്റും കാര്യങ്ങളെല്ലാം ഗംഭീരമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ച മമ്മൂക്ക മൂവി ഇന്നലെ രാത്രിയോട് കൂടെയായിരുന്നല്ലോ OTTയിൽ റിലീസായത്. സോണി ലൈവിലായിരുന്നു ടർബോ എന്ന മെഗാസ്റ്റാർ ചിത്രം എത്തിയത്. ഇപ്പോൾ ഇതാ സോണി ലൈവിൽ പാൻ ഇന്ത്യൻ ഭാഷയിലാണ് ചിത്രം റിലീസായിരിക്കുന്നത്. അന്യഭാഷക്കാർ പോലും മമ്മൂക്കയുടെ ഫൈറ്റും കാര്യങ്ങളെല്ലാം ഗംഭീരമെന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പല ആളുകളും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു ടർബോ എന്ന മമ്മൂക്ക ചിത്രം OTTയിൽ റിലീസാകുന്നതോടുകൂടെ നല്ല രീതിയിലുള്ള ട്രോളും കാര്യങ്ങളെല്ലാം ഏറ്റുവാങ്ങുമെന്ന്. എന്നാൽ OTTയിൽ റിലീസായ സമയത്തും മികച്ചൊരു അഭിപ്രായം തന്നെയാണ് മമ്മൂക്കയുടെ ടർബോ എന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നും കൂടെ ആളുകൾ ടർബോ എന്ന ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു.